ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനുകളാണ്. അതിലാദ്യത്തെ ആപ്ലിക്കേഷനാണ് അർത്ഥം. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ്. ഇത് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി ഞാൻ സെർച്ച് ചെയ്ത 2 വാക്കുകൾ ഇവിടെ ഉണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി മറ്റൊരു വാക്ക് നമുക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏത് വാക്കുകൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതൊരു ഓഫ്ലൈൻ ഡിക്ഷണറിയാണ്. നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഒമിനി സ്വൈപ്പ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വിൻഡോസിലുള്ളതുപോലെയുള്ള ക്വിക്ക് ലോഞ്ച് ഐക്കൺ സെറ്റ് ചെയ്തു തരും. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ടുകൾ ഈ ക്വിക്ക് ലോഞ്ചിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എല്ലായ്പ്പോഴും ആവശ്യം വരുന്ന ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്സിൽ പോയി എപ്പോഴും ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വിക്ക് ലോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വിക്ക് ലോഞ്ച് എടുക്കാനായി ഈ ഫോണിൻ്റെ 2 സൈഡുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വിക്ക് ലോഞ്ച് ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ലോഞ്ച് ഓപ്പൺ ആയി വരും. ഇതിൽ ഫേവറേറ്റ്സ് ഉണ്ട്, റീസെൻ്റ് ഉണ്ട്, ടൂൾ ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഫേവറേറ്റ്സ് ആണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഏറ്റവും റീസെൻ്റായി ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയലുകൾ കാണാൻ സാധിക്കും. ടൂൾ ബോക്സിൽ വൈഫൈ, ഡാറ്റ കണക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ടൂൾ ബോക്സിൽ വരും. നമുക്ക് ഒരു ഏരിയയിൽ, അതായത് ഇപ്പോൾ ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്വിക്ക് ലോഞ്ചിൽ മൊത്തം 9 ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ടുകൾ ഇടാവുന്നതാണ്. ഇതിലിപ്പോൾ 4 6 ഉള്ളൂ. 3 കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഐക്കണിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എഡിറ്റ് മോഡിലേക്ക് പോവുക. ഇവിടെ പ്ലസ് എന്ന് വരും. ഇന്ന് നമുക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു സെറ്റിംഗ് ടൂൾ ബോക്സിൽ നമുക്കൊരെണ്ണം ആഡ് ചെയ്യണമെന്ന്, ബ്ലൂടൂത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുക. മൊത്തം 9 പറ്റും. മറ്റേതെങ്കിലുമൊക്കെ ആവശ്യമുള്ളതുണ്ടെങ്കിൽ അവയും കൂടെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 9 ഫില്ലായി. ഓക്കെ കൊടുക്കുക. അത്രയും ആപ്ലിക്കേഷൻ്റെയും ഷോർട്ട് കട്ട് ഇവിടെ വരും. ഫേവറേറ്റ്സിലും നമുക്ക് ഇതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്യാവുന്നതാണ്. മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോവുകയും ചെയ്യും. ഈ സൈഡിൽ നിന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ലോഞ്ച് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷനൊപ്പം ഇൻസ്റ്റാൾ ആകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ മെമ്മറി ബൂസ്റ്റർ. ഇതിൻ്റെ മെമ്മറി ബൂസ്റ്റർ ഈ സൈഡിലേക്ക് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ 88% മെമ്മറി യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെമ്മറി ബൂസ്റ്റർ ഓപ്പൺ ആവുകയും ആവശ്യമില്ലാതെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇതിൽ ടച്ച് ചെയ്ത് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതിപ്പോൾ റൺ ചെയ്തിട്ട് ആവശ്യമില്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ക്ലോസ് ചെയ്ത് മെമ്മറി ഫ്രീ ആക്കി തരും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഓയിൽ എഫക്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമ്മുടെ ഇമേജുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ്. ഇമേജിന് ഓയിൽ എഫക്റ്റ് നൽകുന്നതിനുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്കിഷ്ടമുള്ള പടം, നമ്മളുടേതോ നമ്മുടെ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഏതൊരു ഇമേജ് ആണെങ്കിലും അത് സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഇമേജ് ലോഡ് ആകുമ്പോൾ തന്നെ അതിൽ ഓയിൽ എഫക്റ്റ് ആഡായി വരുന്നുണ്ടാവും. അതിൻ്റെ എമൗണ്ട്, റേഡിയസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓയിൽ എഫക്റ്റ് ഇമേജുകൾക്ക് നൽകുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ മുകളിലായി ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോണിൻ്റെ മെമ്മറിയിലേക്ക് സേവ് ആകുന്നതായിരിക്കും. നാലാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ടെക്സ്റ്റ് ഫെയറി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു OCR സോഫ്റ്റ്വെയർ ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന് പറയും. നമ്മളുടെ പ്രിൻ്റ് ഔട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേജിലോ ഉള്ള ടെക്സ്റ്റിനെ എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മൊബൈലിലേക്ക് സ്കാൻ ചെയ്ത് എടുത്തു തരിക എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ലഭിക്കുന്ന പ്രിൻറ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ റീടൈപ്പ് ചെയ്യുകയാണ് കൂടുതൽ ആളുകളും ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാതെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്
അതിൻ്റെ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ അത്രയും ഇമേജിനകത്തുള്ള ടെക്സ്റ്റിനെ നമുക്ക് എഡിറ്റബിൾ ഫോമാറ്റിലാക്കി ഫോണിലേക്ക് തരും. പിന്നെ അതിനെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തിട്ട് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് ക്യാമറ, ഇനിയൊന്ന് ഗ്യാലറി. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്യാമറ ലോഞ്ച് ആവും. നമുക്ക് അപ്പോൾ തന്നെ ഏത് പേജിൻ്റെ ആണോ OCR ആക്കേണ്ടത് ആ പേജിൻ്റെ ഇമേജ് ക്ലിക്ക് ചെയ്ത് എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അപ്പോൾ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ഉടൻ തന്നെ ഇത് ടെക്സ്റ്റായിട്ട് മാറ്റി കിട്ടുകയും ചെയ്യും. അതല്ല ഗ്യാലറി ആണെങ്കിൽ നമുക്ക് ഗ്യാലറി പോയിട്ട് ബ്രൗസ് ചെയ്യാം. ഗ്യാലറിയിൽ നിന്ന് ആ ഫോട്ടോ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ ഇനി ക്രോപ്പ് ചെയ്യണം. നമുക്ക് എത്ര ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ച് എത്ര ഏരിയയാണ് വേണ്ടതെന്നനുസരിച്ച് അതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ താഴെ കാണുന്ന ആരോ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് മലയാളം ലാംഗ്വേജും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷ് എന്നാണ്. ഇപ്പോൾ ആ ടെക്സ്റ്റ് ഉള്ളത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ വെക്കുന്നു. സ്റ്റാർട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇമേജ് വളഞ്ഞിരിക്കുകയോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി സ്ട്രെയിറ്റ് ചെയ്ത് മുഴുവൻ ടെക്സ്റ്റും റീഡ് ചെയ്ത് നമുക്ക് എഡിറ്റബിൾ ഫോമാറ്റിലേക്ക് തരുന്നതാണ്. ഇതാണ് ഇപ്പോൾ സ്കാൻ ചെയ്ത ഇമേജിൻ്റെ എഡിറ്റബിൾ ഫോമാറ്റിലുള്ള ഡേറ്റ. ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം. മെനുവിൽ നിന്ന് കോപ്പി ടു ക്ലിപ്ബോർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കോപ്പി ചെയ്ത് ഫോണിൽ തന്നെയുള്ള വേഡോ അതുപോലെ എന്തെങ്കിലും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ ഉള്ള സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ടും ഈ ഫയലിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗം ഈ സോഫ്റ്റ്വെയറിന് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് റെഡ് കളറിലുള്ള ഇൻഡിക്കേഷൻ ഉണ്ടാവും. അത്രയും ഭാഗം നമ്മൾ കൃത്യമായി നോക്കി വായിച്ച് മനസ്സിലാക്കണം അത് തന്നെയാണോ അവിടെയുള്ള വാക്ക് എന്നത്. ഫോട്ടോ മാക്സിമം നല്ലതായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കറക്റ്റായി തന്നെ ആ ഫയൽ റീഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ടൂൾ വിസ് ക്ലീനർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ ഫോണിലുള്ള ആവശ്യമില്ലാത്ത ഫയലുകൾ, അതായത് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴും അല്ലാതെയും ഫോണിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത ഫയലുകളെല്ലാം ക്ലീൻ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്യാം. മെമ്മറി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് എന്നതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് ക്ലോസ് ചെയ്ത് തരും. ഇവിടെ താഴെ ജങ്ക് ക്ലീനറുണ്ട്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, ആപ്പ് മാനേജറുണ്ട്. അതിൽ ജങ്ക് ക്ലീനർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫയൽ സ്കാനിങ് തുടങ്ങും. ആവശ്യമില്ലാതെ കിടക്കുന്ന ഫയലുകളെയൊക്കെ കണ്ടുപിടിച്ച് ക്ലീൻ ചെയ്ത് തരും. ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്യുന്നു. അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് കോണ്ടാക്ട്സ് ക്ലീനർ എന്നാണ്. നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോൺ നമ്പർ ഇല്ലാതെ ഗൂഗിൾ അക്കൗണ്ടുമായി സിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേയേറെ കോണ്ടാക്റ്റുകളുണ്ടാവും. ഓട്ടോമാറ്റിക് സിങ്കിങ് നടക്കുമ്പോൾ നമ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലുള്ള അത്രയും കോണ്ടാക്റ്റുകൾ നമ്മുടെ ഫോണിലേക്ക് സിങ്ക് ആയിട്ടുണ്ടാവും. മാനുവലായി ഓരോന്നോരോന്ന് എടുത്ത് കളയുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു ജോലിയാണ്. കോണ്ടാക്ട്സ് ക്ലീനർ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോൺ നമ്പർ ഇല്ലാത്ത എല്ലാ കോണ്ടാക്ട്സും ഫോണിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റായ കോണ്ടാക്റ്റുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോണിലും സിമ്മിലും
ഒരേ കോൺടാക്റ്റ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കോൺടാക്റ്റുകളെല്ലാം മെർജ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഡു നോട്ട് ഡിലീറ്റ് കോൺടാക്ട്സ് വിച്ച് ഹാവ് എന്നുള്ളിടത്ത് നമ്മൾ ഫോൺ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നാൽ ഫോൺ നമ്പറുള്ള കോൺടാക്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപായി ബാക്കപ്പ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കോൺടാക്റ്റുകളാണ് എൻ്റെ ഫോണിൽ ഫോൺ നമ്പർ ഇല്ലാതെ കിടക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു 10-400 എടുത്ത് കളഞ്ഞായിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ സിങ്ക് ചെയ്തതാണ്, കുറച്ച് കോൺടാക്ട്സ് മാത്രം. ഇത്രയും ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ കാണുന്ന ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അത്രയും കോൺടാക്റ്റുകൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. തിരിച്ച് വീണ്ടും ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ബാക്കിലേക്ക് പോവുക. ഇവിടെ നമുക്ക് കാണാം എറേസ് കോൺടാക്ട്സ് ഉണ്ട്, മെർജ് കോൺടാക്ട്സ് ഉണ്ട്. ഇതിൽ മെർജ് കോൺടാക്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ തന്നെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺടാക്റ്റുകളെല്ലാം മെർജ് ചെയ്യാൻ സാധിക്കും. ബാക്കപ്പ് എടുക്കാനായിട്ട് കോൺടാക്റ്റിനെല്ലാം ബാക്കപ്പ് എടുത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന കോൺടാക്റ്റിനുള്ള ഇമേജുകളെല്ലാം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും.